നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ സെമിയിൽ അർജൻറ്റീനയ്ക്ക് നേരിടാനുള്ളത് ഇംഗ്ലണ്ടിനെയാണ്. ആ കളിക്ക് ഇനി ടീം ഒരു ഘടം, അർജൻറ്റീന ഒരു ഘടം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയ ഘട്ടത്തിൽ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സെമിയിൽ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. ഇനി ഇംഗ്ലണ്ട് അല്ലായിരുന്നെങ്കിൽ നോർവേ ആകുമായിരുന്നല്ലോ. നോർവേ ആണ് അവിടെ ജയിക്കുന്നതെങ്കിൽ. ഇപ്പോൾ നോർവേ ആയാലും ഇംഗ്ലണ്ട് ആയാലും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. കാരണം എന്താ, രണ്ട് ടീമും നല്ല ടീമുകളാണ്, നല്ല കോച്ചിങ് സ്റ്റാഫൊക്കെ ഉള്ള ടീമുകളാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീമായാലും ഒരുപോലെ തന്നെയാണ്, ആരായാലും ഒരുപോലെയാണ് എന്ന് സ്കലോനി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഇറ്റ്സ് ഇംഗ്ലണ്ട് ഓർ നോർവേ. ഇംഗ്ലണ്ട് ആണോ നോർവേ ആണോ എന്നുള്ളതൊരു കാര്യമല്ല. കാരണം ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമിനെ, നല്ല കോച്ചുള്ള ഒരു ടീമിനെ. രണ്ട് ടീമും അങ്ങനെയാണ്. അപ്പോൾ ആര് വന്നാലും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ റിക്കവർ ചെയ്യണം. എന്നിട്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്, റിക്കവർ ചെയ്യുക, അടുത്ത കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അതേസമയം ഈ ടീമിൻ്റെ വിജയം, ടീം ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്ന ഈ കാര്യം വളരെ ഹിസ്റ്റോറിക്കാണ്. ഇതിനേക്കാൾ നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നുള്ളത് ശരിയാണ്, പക്ഷേ വീണ്ടും സെമി ഫൈനലിലേക്ക് എത്തി എന്നുള്ളത് ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യമാണ് എന്നുകൂടി കോച്ച് ലയണൽ സ്കലോനി പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.